എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടോ സ്കൂളിലത്തെ കാര്യങ്ങള്? അത് മതി, അതന്നെയാ പറയേണ്ടത്. ഒന്നും നമ്മുടെ ഈ മുരളിയുടെ അമ്മ ലൈൻമാൻ മുരളി അമ്മ പിന്നെ ഒന്ന് മറാഠിയിലെ ആ കുട്ടി ഇപ്പൊ എവിടെയെന്ന് എനിക്കറിയില്ല, രാധാ പറഞ്ഞ മരിച്ചോ? ഞാൻ ഇന്നലെ ചോദിച്ചോന്നാണ് അപ്പൊ രാധ അറിയോ ചോദിച്ചു. അപ്പൊ രാധ കാത്തീനി രണ്ടാളുണ്ടായിരുന്നു കോഴിക്കോട്. അതൊക്കെ പിന്നെ മടത്തലിന്ദ്ര പടിഞ്ഞാറമത്തലിന്ദ്ര അവരൊക്കെ ദാക്ഷായണി ടീച്ചർ പാട്ട് ടീച്ചർ. ഈ പഠിപ്പിച്ചേരുന്നവരെ ആരെങ്കിലും ഓർമ്മ ഉണ്ടാവും? നമുക്ക് നമ്മളെ ഓർമ്മയില്ല. അന്ന് അങ്ങനെയല്ലല്ലോ, ഈ ഒരു മാഷ് ഒരു ക്ലാസ്സിലേക്ക് മുഴുവൻ ഒരാള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കമലാദേവി ടീച്ചറാണ് എന്തൊക്കെ ഉണ്ടായിരുന്നു, മുഴുവൻ ഓർമ്മയില്ല. ഇതൊക്കെ ഓർമ്മ കൂട്ടുകാരെയൊക്കെ എന്തെങ്കിലുമൊക്കെ സ്കൂളിലെ അനുഭവങ്ങളോ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും? സ്കൂളിൽ ഈ ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ കളിക്കാൻ കൂടിയുണ്ട്. അതെ അല്ലേ? ഞാൻ തിരുവാതിരക്കളിയിൽ കൂടും, പിന്നെ പാട്ട് നാടകത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അത് ശരി. അത് എൽ പിയില് എൽപ്പിന്നില്ല 1 8 വരെ. ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 81 വയസ്സ്. ഈ ആ കാലഘട്ടങ്ങളിലേ അമ്മക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടന്നിട്ടല്ലേ പോവാ? ഇവിടെ എല്ലാം പറഞ്ഞു. ആനപ്പടി അങ്ങോട്ട് മനല്ലേ, അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ തറവാടുണ്ടായിരുന്നു, വയക്കോപ്പര ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ഞങ്ങൾ നടന്നിട്ട് ഈ പടിഞ്ഞാറോട്ട് കാക്കേരി മുരളിയുടെ അമ്മയും ഞാനും വേറെ കുട്ടികളുടെ കൂടി നടന്നു പോകും സ്കൂളിലേക്ക്. നടന്നിട്ടും ഇങ്ങോട്ടും വരും, അല്ലാതെ ഒന്നുമില്ല, സൗകര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അത് ശരി ശരി. സ്ത്രീകളായിട്ട് അധ്യാപികമാരും ടീച്ചർമാരുണ്ടായിരുന്നു. ടീച്ചർ പാട്ട് പിന്നെ പിന്നെ ഇതൊക്കെ ടീച്ചറുണ്ടായിരുന്നു. കമലാദേവി ഈ ജോസ് മാഷ് അമ്മ ഉണ്ടായിരുന്നു. ഒരു മേരി ടീച്ചർ ഉണ്ടായിരുന്നു. മേരി ഓർമ്മയിലേക്ക് കാതറുണ്ടായിരുന്നു. മാധവേശ്വര മാഷ് ഉണ്ടായിരുന്നു. മാഷ അച്ഛൻ ഉണ്ടായിരുന്നു. മാധവേശ്വര മാഷ അറിയും, അവരെ അറിയാം. കാതറൻ ടീച്ചർ, 2 ലാസർ. ഓലക്കൊടയിട്ടാണ് ഞങ്ങളിങ്ങനെ ഈ ഓലക്കൊണ്ട അടിയിലില്ലേ, അതിലിങ്ങനെ വരയ്ക്കും, ഓരോരുത്തരും മാറാതെ വെക്കാം. ആ പിടിയുടെ മുകളിൽ വരട്ടെ. അപ്പൊ നിരവധി ഓലക്കുടകൾ ഇങ്ങനെ പുറത്തുണ്ടാവും. എന്തേലും വരച്ചു വയ്ക്കും. വരച്ചു വയ്ക്കും. പുസ്തകമൊന്നുമില്ല അല്ലെ? പുസ്തകം നോട്ട് ബുക്ക് ഉണ്ടായിരുന്നോ? പേനോണ്ടാ? ഒറ്റ ടെക്സ്റ്റാണ്. പെൻസിലോണ്ടോ പേനോണ്ടോ എഴുതുക? അതെ. 8 വരെ അവിടെ പഠിച്ചു? 8 വരെയൊന്നുമില്ല, 6 കഴിഞ്ഞപ്പോൾ നിർത്തി. അതെ അല്ലേ? പിന്നെ വീട്ടിലെ കൃഷി കാര്യങ്ങള് അവരാണ് ഞങ്ങളുടെ രക്ഷക ഉണ്ടായിരുന്നത്. തറവാട്ടിൽ വൈക്കോപ്പരയിട്ട് അവിടെ വൈക്കോല് പരയിട്ട് മേച്ചിലും മൂച്ചിലും കൊല്ലം മേച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെയാണ് ഭാസ്കരൻ ഇവിടെ ഈ വീടിൻ്റെ അപ്പുറത്തുള്ള ഓട് വീട്, ഞങ്ങളുടെ മുറ്റത്തല്ലേ, ഈ മുറ്റത്തല്ല, അത് പൊളിച്ചിട്ടാണ് കൊതു കയറ്റി. ഇത് അങ്ങനെ ആണ് കയറ്റി. അന്ന് അധികം വീടുകളും ഇല്ലല്ലോ അല്ലേ? ഈ അവിടുന്ന് അമ്മ നടന്നു വരുന്ന സമയത്ത് അധികം വീടുകളൊന്നും ഇല്ല.
പഞ്ചായത്തിന്റെ അവിടെ ആ ഭാഗത്ത് വീടുണ്ടായിരുന്നു? നേരത്തെ പറയണമെന്നൊന്നുമില്ല. അത് പഞ്ചായത്തില്ല, വീടുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എന്തായാലും ഓർമ്മയില്ല. ഒരു മുസ്ലിമിന് മാത്രം ഓർമ്മ അവിടെ ആ ഭാഗത്ത്. ആ അതെന്റെ 6ൽ പഠിക്കുന്നത് നിർത്തിയതാ. അപ്പോഴേക്കും പറയണ്ട. 6 വരെ എത്തിയതിനുള്ള ഭാഗ്യം അല്ലേ? അല്ല, തോറ്റിട്ടൊന്നുമില്ല. തോറ്റില്ല. അപ്പോഴേക്കും കല്യാണമായി. കല്യാണം അല്ല, അതൊരു അത്ഭുതമല്ല. 4ലൊക്കെ കല്യാണം കഴിഞ്ഞ് പോയവരുണ്ട്. 14 വയസ്സിൽ നമ്മള് എടുത്തിട്ടുണ്ട് അവരുടെ അത്. കല്യാണം കഴിഞ്ഞു. എത്രേ? 14. 14. അപ്പൊ പിന്നെ പോയില്ല സ്കൂളിലേക്ക്. അതെ അതെ. അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശപ്പോ. അല്ല, ആ കാലഘട്ടത്തിൽ അതൊരു അങ്ങനെയാണ്. നമ്മുടെ ഇതിലിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു 90 വയസ്സിന് മുകളിലുള്ള അമ്മമ്മമാര് ഒട്ടുമിക്ക ആളുകളും 4ാം ക്ലാസ് 5, 6 ആ പ്രായത്തിൽ കല്യാണം കഴിച്ചു. ഇംഗ്ലീഷ് തുടങ്ങിയത്. അതെ അല്ലേ? ആ, അക്ഷരങ്ങളൊക്കെ എല്ലാവരും പേര് ആ. അതെ. അറിയാത്ത അറിയുന്നുണ്ട്. അല്ലെ 6ലേക്കൊക്കെ എത്തുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളൂ. അല്ല, മാറും അല്ലെ? എന്തൊക്കെ വിഷയങ്ങളാ അപ്പൊ ഉണ്ടാവുക? അത് സയൻസ്, മലയാളം, സയൻസ്, ചരിത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭൂമിശാസ്ത്രം, പിന്നെ കണക്ക്, മലയാളം. ഇതെല്ലാം ഒരാളെ പഠിപ്പിക്കുക, ഒറ്റ അധ്യാപകനാണ്. സ്കൂളിന് അടുത്ത് പോലെ കടകളുണ്ടോ അന്നൊക്കെ? ചായപ്പീടിയ അല്ലേ? ചായപ്പീടിയ വളരെ പഴയതാണ്. ഈ ആ കാലഘട്ടത്തിലെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? സംഭവങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള? അതെ. സ്പോർട്സ് ഇതിന് കലാപരിപാടിയിൽ ചേരുമ്പോ സമ്മാനം കിട്ടും. സോപ്പും പെട്ടി. അതെ, അന്ന് അതാണല്ലോ ഗ്ലാസ്, പ്ലേറ്റ്, സോപ്പും പെട്ടി, സ്പൂണ്. ഇത് ഞാൻ പറഞ്ഞ ഒട്ടകത്ത് ഞങ്ങൾക്ക് ഒരു നാടകം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ സോപ്പും പെട്ടി കിട്ടി. വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും ഉള്ള ചോദിച്ചാൽ ഈ സോപ്പും പെട്ടി അത് വെച്ചു. അപ്പൊ അതിലെൻ്റെ ഒരു വലിയ എമൗണ്ടാണ്. അവിടെ വെച്ച സദസ്സിൽ വെച്ചിട്ട് ഒരു മുത്തുസൂചി കിട്ടിയാലും മതി.